അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ശാലിനി. ഞാൻ ആലപ്പുഴ ചന്തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2016 തൊട്ട് എനിക്ക് അമ്മ മാതാവിനെ അറിയാം. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. അന്ന് എനിക്ക് അബുദാബിയിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലി ശരിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണ്. അങ്ങനെ 2019 പിന്നീട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് 5 വർഷങ്ങളായിട്ടും എനിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും കുഞ്ഞുങ്ങളാവാതിരുന്നപ്പം എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ സ്ഥിരമായിട്ട് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായി കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ ഉടമ്പടി വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ അബുദാബിയിലാണ് താമസം. അപ്പം അവിടെ ഞാൻ പുറത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കും പിന്നെ ഓൺലൈനായിട്ട് ചാരിറ്റിയിൽ ഞാൻ കാശ് അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇപ്പം എൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇനി നീയാണ് എനിക്ക് കുഞ്ഞിനെ തരേണ്ടതെന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞ ആ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വോമിറ്റിങ്ങും വയറുവേദനയും ഒരു പനിയും ഇങ്ങനെ വരുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം ഞാൻ റൂമിൽ തന്നെ കിടപ്പായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാർ പറഞ്ഞു, നീ പ്രഗ്നൻസി ചെക്ക് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നീ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാനത് ഡിലേ ആക്കി ചെക്ക് ചെയ്യാതെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞു. കാരണം എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്നതല്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. കാരണം ഇതിനു മുന്നേയും 2 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. മരുന്നൊന്നും കൂടാതെയാണ് പ്രഗ്നൻ്റ് ആയത്. പക്ഷേ കൃത്യം 6 ആഴ്ച ആകുമ്പോഴത്തേക്കും കുഞ്ഞ് അബോർഷനായി പോവും. 6 ആഴ്ച 2 ദിവസം അല്ലെങ്കിൽ 6 ആഴ്ച 3 ദിവസം ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്കും പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡിനും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് അതിന് ഇൻഫെർട്ടിലിറ്റിക്കായിട്ടൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താണ് ഇതിന് ഒരു പരിഹാരം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ കടന്നു വന്നത്. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ ലീവ് എടുക്കാമെന്ന് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. കാരണം നേരത്തെ 2 അബോർഷൻ ആയതുകൊണ്ട് ഇനി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ലീവ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് പോയി ഞാൻ ലീവ് ചോദിച്ചു. ലീവ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി അവിടെ കയറിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല. അപ്പം നമുക്ക് ലീവ് കിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ അവരോട് ചെന്ന് ചോദിച്ചു ലീവ്. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, അവരെനിക്ക് ലീവ് തന്നു. അതും ശമ്പളത്തോടു കൂടി 2 മാസം എനിക്ക് ലീവ് തന്നു. അതും മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ 2019 ഈ സംഭവം നടക്കുന്നത്. അതായത് 2019 ജൂലൈ 23 അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൃത്യം 6 ആഴ്ച പ്രഗ്നൻ്റ് ആണ്. ഈ പ്രഗ്നൻസി എപ്പോഴും 6 ആഴ്ചയിലാണ് എനിക്ക് അബോർഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ റൂമിലിരുന്ന് ഞാൻ ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്ത് വെച്ച് മാതാവിൻ്റെ ഞാൻ ഈ ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആ ഫോട്ടോ നോക്കി മാതാവിനോട് പറഞ്ഞു, എൻ്റെ പ്രശ്നം നിനക്കറിയാലോ, എനിക്ക് അബോർഷനായി പോകുന്നതാണ് എൻ്റെ പ്രശ്നം, അല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം. അതിപ്പം എൻ്റെ നെഞ്ചിൽ വലിയൊരു ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അമ്മ മാതാവ് അതെനിക്ക് എടുത്ത് മാറ്റിത്തരണം. ഇപ്പം എപ്പോഴും അബോർഷൻ ആകുന്ന ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതെൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിത്തരണം. കാരണം എനിക്കത് അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പോലും പേടിയാണ്. എപ്പോഴും ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ അബോർഷൻ ആവുന്നത് കൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. കൃത്യം 52-ാമത്തെ മിനിറ്റിൽ ആ യൂട്യൂബിൽ ആ ധ്യാനം ഇപ്പോഴും കിടപ്പുണ്ട്. 23/7/2019 കൃത്യം 52-ാമത്തെ മിനിറ്റിൽ അച്ഛന് ഒരു മെസ്സേജ് കിട്ടുവാണ്. ഞാൻ ആ ചോദിച്ച് 52-ാമത്തെ മിനിറ്റിലാണ് ആ മെസ്സേജ് കിട്ടിയത്. മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, ഒരു കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞ് ഒരു സൈഗോട്ട് രൂപത്തിലുള്ള കുഞ്ഞാണ്. അതായത് 6 ആഴ്ച മാത്രമേ അതിന് വലിപ്പമുള്ളൂ. ഈ വ്യക്തിക്ക് ഇതിനു മുന്നേ 2 പ്രാവശ്യം അബോർഷനായി പോയിട്ടുണ്ട്. ആ കുഞ്ഞിനെയാണ് എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. ഈ സമയത്ത് കേട്ടോണ്ടിരുന്നപ്പം ആ ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ളൊരു
തോന്നൽ എനിക്കുണ്ടായത് ആ ഒരു സമയമാണ്. കാരണം നമ്മൾ എപ്പോഴും ദൈവം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയുടെ ഭാഗം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും ദൈവമുണ്ട്, ഓക്കെ ദൈവമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ. പക്ഷേ എന്താണ് അങ്ങനെ ലൈവായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അമ്മ മാതാവാണ്. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ ശരിക്കും എനിക്കത് മനസ്സിലായത്. ആ സമയത്ത് ഞാനിത് കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ ബോഡി ഫുള്ള് തണുത്തുപോയി. എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന ഒരാളെ എങ്ങനെ കൊണ്ട് ഒരു -ഡിഗ്രിയിൽ ഇട്ടാൽ അനുഭവം വരും, അതുപോലൊരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഫുൾ അനുഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അമ്മ മാതാവ് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ 2020 മാർച്ച് 4-ാം തീയതി അമ്മ മാതാവ് ബുധനാഴ്ച അമ്മ മാതാവ് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നു. ആ മകളാണ് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. സിയാന എന്നാണ് അവളുടെ പേര്. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഓൺലൈനായിട്ടാണ് ഞാൻ പിന്നീട് ഉടമ്പടി എടുത്തത്. ഞാൻ അബുദാബിയിലാണ് താമസം, അതുകൊണ്ട് ഞാൻ ഓൺലൈനാണ് പിന്നെ ഞാൻ എടുത്തത്. അത് 2023 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ വെച്ചിരുന്ന കാര്യം OET എക്സാം പാസ്സാവും എന്നുള്ളതായിരുന്നു. അതെനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെയുള്ള കാര്യം PCOD എന്ന് പറഞ്ഞൊരു അസുഖമുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതിന് ഞാൻ വർഷങ്ങളായിട്ട് ഞാനതിന് മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും നാട്ടിൽ നിന്ന് വന്ന് പോകുമ്പം ഒരു ബോക്സ് നിറച്ച് ഞാൻ ആയുർവേദ മെഡിസിനുമായിട്ടാണ് ഞാൻ പോകുന്നത്. സ്ഥിരമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് എപ്പോഴെങ്കിലും നിർത്തിയാൽ പിന്നെ പീരീഡ്സ് അങ്ങനെ പറയുന്ന സാധനം ആവില്ല, പിന്നെയും മരുന്ന് കഴിക്കേണ്ടി വരും. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം, അമ്മ മാതാവ് എനിക്കിനി മരുന്ന് കഴിക്കാൻ വയ്യ, ഇതെനിക്ക് പൂർണ്ണ സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല. PCOD ആയിട്ടുള്ള അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് മാറ്റിക്കിട്ടി. പിന്നീട് ഉള്ള കാര്യം, എൻ്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് ഒരുപാട് മരുന്നുകൾ കഴിച്ചു, എന്നിട്ടൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അതും പൂർണ്ണ സൗഖ്യം തന്നു. മാതാവും ഈശോയും അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു.